പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പം ഈ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ A+ എക്സാമിന് ഷുവറാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം ടോപ്പിക്സിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. അപ്പം നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നതാണ് 3 വെല്ലുവിളികൾ, 3 ചലഞ്ചസ്. നമ്മുടെ +2 പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങുന്നത് തന്നെ ഈ 3 വെല്ലുവിളികൾ പഠിച്ചുകൊണ്ടാണ്. 3 വെല്ലുവിളികൾ, 3 ചലഞ്ചസ്. അത് 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കും. 3 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ 3 ചലഞ്ചസ് ഏതൊക്കെയാണെന്ന് ഒന്ന് എഴുതി വെച്ചാൽ മതി. എന്നാൽ 4 മാർക്കിനാണെങ്കിൽ നിങ്ങളൊന്ന് അത് എക്സ്പ്ലെയിനും ചെയ്യണം, വിശദീകരിക്കണം. രണ്ടാമത്തേതാണ് പാർട്ടീഷൻ പ്രോസസ് ആൻഡ് കോൺസിക്വൻസസ്. വിഭജനവും വെല്ലുവിളികളും അതിൻ്റെ അനന്തരഫലങ്ങളും. 8 മാർക്കിൻ്റെ ആണ് വിഭജനം അല്ലെങ്കിൽ പാർട്ടീഷൻ എന്ന് പറയുന്ന ആ ഭാഗം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് കോൺഗ്രസ് ഡോമിനൻസ് ഇൻ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻസ്. ആദ്യത്തെ 3 തിരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസ് മേധാവിത്വത്തിനുള്ള കാരണങ്ങൾ. 5 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. എന്തൊക്കെയായിരുന്നു അതിൻ്റെ കാരണങ്ങൾ? കോൺഗ്രസ് വിജയിക്കാനുള്ള കാരണങ്ങൾ. നെഹ്റുവിനെ പോലെയുള്ള നേതാക്കന്മാരുടെ പങ്കുണ്ട്. പിന്നെന്താ, നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പങ്ക്. കോൺഗ്രസ് വലിയൊരു ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പാർട്ടിയായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. മറ്റൊന്നാണ് കോൺഗ്രസ് സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കോയിലേഷൻ. നമ്മുടെ ഇക്കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായ ക്വസ്റ്റ്യനാണ് ഇത്. കോൺഗ്രസ് സാമൂഹികവും പ്രത്യയശാസ്ത്രപരമായ കൂട്ടായ്മ എന്ന നിലയിൽ വിശദീകരിക്കാൻ 4 മാർക്കിന് ചോദ്യം വരും. അപ്പം നമ്മളവിടെ എഴുതേണ്ടത് കോൺഗ്രസ് വിവിധ ജാതി മത ഭാഷ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടിയായിരുന്നു എന്നൊക്കെയാണ് എഴുതേണ്ടത്. മറ്റൊന്നാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് 3ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഇനി വരാൻ പോകുന്ന ചോദ്യം പറയുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാൻസ്. 1ാമത്തെയും 2ാമത്തെയും പഞ്ചവത്സര പദ്ധതികൾ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യമാണ് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. ഈ ഹരിത വിപ്ലവവും ഗ്രീൻ റവല്യൂഷനും ഈ ഹരിത വിപ്ലവവും 5 ഇയർ പ്ലാൻസും ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് അത് എന്തായിരുന്നു, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. നെഹ്റുവിയൻ ഫോറിൻ പോളിസി, നെഹ്റുവിൻ്റെ വിദേശ നയം. നെഹ്റുവിൻ്റെ വിദേശ നയത്തിന് 3 ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ 3 മാർക്കിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. അടുത്തതാണ് ഇന്ത്യ ചൈന വാർ 1962. 1962 ഇന്ത്യ ചൈന യുദ്ധം. ആ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ പഠിക്കണം. അതിൻ്റെ കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങളോ എന്തൊക്കെയാണെന്ന് പഠിക്കണം. മറ്റൊന്നാണ് ഇന്ത്യസ് ന്യൂക്ലിയർ പോളിസി, ഇന്ത്യയുടെ ആണവ നയം. 4 മാർക്കിനാണ് ആ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ആ ടോപ്പിക്ക് നിങ്ങളൊന്ന് നോക്കുക. അടുത്ത ടോപ്പിക്കാണ് കണ്ടക്സ്റ്റ് ഓഫ് ദ എലക്ഷൻ ഇൻ 1967. 1964 തിരഞ്ഞെടുപ്പ് സാഹചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നോൺ കോൺഗ്രസിസം, കോൺഗ്രസ് ഇതരത്വം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഡിഫെക്ഷൻ, കൂറുമാറ്റം എന്താണെന്ന് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ്, കോൺഗ്രസ്സിലെ പിളർപ്പ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്തത് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവേണ്ട ഒരു ചോദ്യമാണ്. എന്ത് പഠിച്ചിട്ടില്ലെങ്കിലും ഇത് പഠിക്കണം. അടിയന്തരാവസ്ഥ, എമർജൻസി പ്രഖ്യാപിക്കാൻ ഇടയായിട്ടുണ്ടായ കാരണവും അതോടൊപ്പം തന്നെ അതിൻ്റെ കോൺസിക്വൻസസും അതൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത്. 8 മാർക്കിൻ്റെ ആണ്. 6ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇനി വരുന്നത് 7ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമ്മൾ കുറേ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് പഠിക്കുന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം എന്താണ്, അതിൻ്റെ നേതാക്കൾ ആരാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ദളിത് പാന്തേഴ്സ് പഠിച്ചിട്ടുണ്ടാവണം. ഭാരതീയ കിസാൻ യൂണിയൻ പഠിച്ചിട്ടുണ്ടാവണം. ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്താണെന്ന് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യത്തെ പാർട്ടിൽ നോക്കാനുള്ളത്. ഇത് പാർട്ട് A ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് B നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇത് ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 30% മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ ഒരു ഞാൻ ഇന്ന് പറയുന്ന ഭാഗം, അടുത്ത ഭാഗം കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഫുൾ മാർക്കിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. പൊളിറ്റിക്സ് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.